സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത് കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി PV ജോഷില. കേരളത്തിൽ മഴ ഇനിയും കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാലാണ് ഇത്തരത്തിൽ മഴ ശക്തമാകുന്നത്. മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിന്റെ മീതെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. 19-ന് ശേഷവും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് വയനാട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വലിയ അപകടങ്ങളൊന്നും കൂടാതെയാണ് ഇന്ന് കടന്നുപോയിട്ടുള്ളത്. ഇതുവരെ കടന്നുപോയിട്ടുള്ളത് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരമാലകൾ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശവുമുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ളവർ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരത്തിൽ ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. എന്തായാലും മഴ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായി തുടരും. ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും, മറ്റ് അപായങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ അധികൃതരുടെ നേതൃത്വത്തിൽ, ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവിടെയും ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ലക്ഷത്തോളം പേരെ മാറ്റി താമസിപ്പിക്കാനുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളും എല്ലാ ജില്ലകളിലും തുറന്നിട്ടുണ്ട്. എന്തായാലും ഇതുവരെ സ്ഥിതിഗതികൾ വളരെ മോശമായ രീതിയിലേക്ക് മാറിയിട്ടില്ല. വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. PV ജോഷില.